അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് കിടക്കാം. എളുപ്പം പറഞ്ഞു പോവാം. ഞാൻ പറയുന്നു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ അല്ല, ഓൾറെഡി നമുക്കിത് എക്സ്ട്രാ ടൈം എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? എക്കണോമി എന്ന് ചോദിച്ചത് ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിനെ കുറിച്ചായിരുന്നു ചോദ്യം. അതിനുശേഷം നമ്മൾ എന്ത് ചോദിക്കണം? കറക്റ്റ് ആണ് ചോദിക്കുന്നത്. ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസിന്റെ കീവേഡ്സ് ഒക്കെ മാർക്ക് ചെയ്ത് പോയാൽ മാറിപ്പോല. ആദ്യം എന്ത് നോക്കണം? കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ നോക്കണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തല്ലേ? CPI ഇൻഫ്ലേഷൻ എത്രയാണ്? 4%. WPI ആണോ? WPI ആണെങ്കിൽ എന്താണ്? തെറ്റാണ് അല്ലേ? ട്വീക്ക് ചെയ്യാം. അങ്ങനെ CPI യും WPI എന്ത് ചെയ്യാം? ട്വീക്ക് ചെയ്യാം. നമ്മുടെ അടുത്ത് കറക്റ്റ് ആയിട്ടുള്ള തന്നെയാണ് ചോദിച്ചത്. ടോളറൻസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണെങ്കിൽ ടിക്കറ്റ് വെച്ച് പോവാം, തെറ്റാണെങ്കിൽ തെറ്റെന്നിട്ട് വെച്ചിട്ട് പോവാം. എന്നിട്ട് കറക്റ്റ് ചോദിച്ചാൽ എത്ര ടിക്കറ്റ് എന്ന് എണ്ണിയാൽ മതി. ആ ഒരു സ്റ്റൈല് നമ്മൾ കീപ്പ് ചെയ്യണം. അല്ലാന്ന് വെച്ചാൽ ഇൻകറക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ടിക്കറ്റ് എന്നൊക്കെ ഇൻകറക്റ്റ് ആണെന്നുള്ളൊരു ഐഡിയയിൽ എടുത്തു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഏതെങ്കിലും ഒരു രീതി ഫോളോ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യണമെങ്കിൽ കറക്റ്റ് ആയതിനൊക്കെ ടിക്ക് ഇടുക, റോങ് ആയതിന് ക്രോസ് ഇടുക. എന്നിട്ട് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടിക്ക് മാത്രം നോക്കിയാൽ മതി. ഇൻകറക്റ്റ് ആണെങ്കിലോ ക്രോസ് മാത്രം നോക്കിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എന്താണ്? RBI ആക്ട് MPC ഇൻഫ്ലേഷൻ ടാർഗറ്റ് വൺസ് എവറി ഇയർ. ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? MPC ആണോ? ഇൻഫ്ലേഷൻ ടാർഗറ്റ് ആരാണ് എല്ലാ 5 വർഷം കൂടുമ്പോഴും ഡിസൈഡ് ചെയ്യുന്നത്? RBI ആണോ? നമ്മൾ ഒരു ട്രയാങ്കിൾ സ്ട്രക്ചർ പഠിച്ചത് ഓർമ്മയുണ്ട്. ആരൊക്കെയുണ്ട്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മോണിറ്ററി പോളിസി കമ്മിറ്റി, RBI. നമ്മൾ പറഞ്ഞു നിയമം ഉണ്ടാക്കുന്നത് ഇവിടെ ആരാണ്? ഗവൺമെന്റ് ആണ് അല്ലേ? അതായത് എത്ര ടാർഗറ്റ് ആണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അതിനെ ബേസ് ചെയ്തിട്ട് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റ് റേറ്റ് ഡിസൈഡ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. മനസ്സിലായോ? ആ സ്ട്രക്ചർ നോക്കുമ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റി ആണോ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഡിസൈഡ് ചെയ്യുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണോ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. മോണിറ്ററി പോളിസി കമ്മിറ്റി എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? തെറ്റാണ് അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? മനസ്സിലായല്ലോ? RBI ആണോ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഡിസൈഡ് ചെയ്യുന്നത്? RBI എന്താണ്? ബ്യൂറോക്രസി. RBI എന്താണ്? ഇംപ്ലിമെന്റേഷൻ ആണ്. റേറ്റ്സ് ഡിസൈഡ് ചെയ്യുന്നത് മോണിറ്ററി പോളിസി കമ്മിറ്റി, ടാർഗറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. മാറിപ്പോരുത് അല്ലേ? സി. അടുത്തത് അല്ലേ? ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ശരിയാക്കിയോ എല്ലാവരും? അല്ലെ? നമ്മളെ പവർ പോയിന്റിൽ എന്തുണ്ടായിരുന്നു? സീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പർ ഏതാണ്? മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റിയും ലോവർ ഏതാണ്? SDF-ഉം. ഓർമ്മയുണ്ടോ ലാഫ് പഠിപ്പിച്ചപ്പോ? ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ഇട്ടത് നിങ്ങൾ ചില ആൾക്കാർക്ക് ചെറിയ ഡൗട്ട് വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇട്ടത് അല്ലേ? ബാലൻസ് ഷീറ്റ് എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ലയബിലിറ്റീസ് ആണ്. കറൻസി നോട്ട്സ് ഇൻ സർക്കുലേഷൻ, ഫിസിക്കൽ ഗോൾഡ് ഹെൽഡ് വിത്ത് RBI. ഗോൾഡ് എന്താണ്? RBI കീപ്പ് ചെയ്യുന്ന ഗോൾഡ് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? RBIക്ക് നിങ്ങളുടെ കയ്യിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ അത് അസറ്റ് ആണ്. അപ്പോൾ ഇതെന്താണ്? അസറ്റ് ആണ് അല്ലേ? ലയബിലിറ്റി ആണോ? അല്ല, തെറ്റാണ്. പിന്നെ RBI ഡെപ്പോസിറ്റ് ചെയ്യാണ്. എവിടെയാണ് RBI ഡെപ്പോസിറ്റ്? ആരുടെ അടുത്തോ ഡെപ്പോസിറ്റ് ചെയ്തോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ബാങ്കിലുള്ള ഡെപ്പോസിറ്റ് എന്താണ്? ഇതിപ്പോൾ ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സോ എന്ത് ഗവൺമെന്റ് ഓഫ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഡെപ്പോസിറ്റ് എന്താണ്? അസറ്റ് ആണ്. നമ്മൾ പഠിച്ചാണ് കറൻസി നോട്ട്സ് RBI ആണ് എന്ത് ചെയ്യുന്നത് അല്ലെ? അത് മേടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്? ലയബിലിറ്റീസ് ആണ് അല്ലേ? RBIന്റെ കയ്യിലുള്ള ഒരു അക്കൗണ്ട് അല്ലേ? RBIയില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ RBIന്റെ കയ്യിൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാണ്. അത് RBIക്ക് എന്താണ്? ലയബിലിറ്റി ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് എന്ത് കൊടുക്കണം? തിരിച്ചു കൊടുക്കണ്ടേ? മനസ്സിലായോ? സംശയം ഉണ്ടോ ഈ ക്വസ്റ്റ്യനില്? ഏതാണപ്പോ? ബി അല്ലേ? മോണിറ്ററി പോളിസി കമ്മിറ്റി കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. സോ ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ശരിയല്ലേ? MPC ഈസ് റിക്വയർഡ് ടു മീറ്റ് അറ്റ്ലീസ്റ്റ് 4 times എ ഫൈനാൻഷ്യൽ ഇയർ. എവറി ക്വാർട്ടർ എന്ത് ചെയ്യണം? മീറ്റ് ചെയ്യണം. ഈച്ച് മെമ്പർ ഓഫ് MPC ഹാസ് 1 vote. ശരിയല്ലേ? ഗവർണറിന് എന്തുണ്ട്? കാസ്റ്റിംഗ് വോട്ട്. നമ്മളൊക്കെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ് MPസിനെ കുറിച്ച്. ഇത്രയൊക്കെ ചോദിക്കുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് പ്രിലിംസിന് ചോദിക്കാവോ?
വല്ല കറണ്ട് അഫയേഴ്സിൽ വരുന്ന കാര്യങ്ങൾ ചോദിക്കും. ഇതിന്റെ അപ്പുറത്തേക്ക് ചോദിക്കുന്നതാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിന്റെയും മോണിറ്ററി പോളിസിയും തമ്മിലുള്ള ബന്ധം. ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഡിസൈഡ് ചെയ്യുന്നത് MPC ആണെന്ന് ചോദിച്ചാൽ തെറ്റാണ്. മനസ്സിലല്ലേ? ഇത്രയും ചോദിക്കാൻ പറ്റുള്ളൂ MPC നിന്ന്. അതിന്റെ പുറത്തേക്ക് ചോദിക്കാൻ പറ്റുമോ? ഇത്രയും പഠിച്ചാൽ നിങ്ങളുടെ എന്താണ് പ്രിലിംസിനുള്ള ടോപ്പിക്ക് തീർന്നു. ആൻസർ ഏതാ? അല്ലേ? ഡി. നമ്മളുടെ ഇൻകത്തിൽ നിന്നാണ് അല്ലേ? സി. ഹൈ പവേർഡ് മണി. ഇതും ഞാൻ കഴിഞ്ഞ ടെസ്റ്റിന് ചോദിച്ചാണ്. ഒന്നുകൂടെ എന്ത് ചെയ്താണ് ക്ലാരിറ്റി വരുത്താനായി ചോദിച്ചാണ് അല്ലേ? ഹൈ പവേർഡ് മണി എന്താണ്? M1 M0 ഹൈ പവേർഡ് മണി, M1 M2 M3 M4. അടുത്ത ചോദ്യം കറക്റ്റാണ്. ചോദ്യം ഗവർണറിനെ കുറിച്ചാണ് അല്ലേ? ഗവർണർ ഓഫ് RBI ഈസ് അപ്പോയിന്റഡ് ബൈ ഫൈനാൻഷ്യൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്യൂറോ ആണോ? അല്ല. കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഇങ്ങനെ ടെസ്റ്റിലൂടെയാണ്. നമുക്കൊക്കെ ക്ലാസ്സിലൂടെ 100% കവർ ചെയ്യാൻ പറ്റുമോ? 90% കവർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആകെ 30-40% കാര്യങ്ങളെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ബാക്കി എവിടെ നിന്നാണ് കവർ ചെയ്യുന്നത്? ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്തും അറിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം അല്ലേ? ഫൈനാൻഷ്യൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്യൂറോ. ഇതിനു മുമ്പ് എന്തായിരുന്നു അതിന്റെ പേര്? അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ നടത്തിക്കൊണ്ടിരുന്ന ആരാണ്? ബാങ്ക് ബോർഡ് ആയിരുന്നു. പബ്ലിക് സെക്ടർ ബാങ്കിലോട്ടും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കെല്ലാം ചെയർമാനെ ഹയർ ചെയ്യുന്ന റോളായിരുന്നു ഇവരുടെ ഇത്. ബാങ്ക് ബോർഡ് ബ്യൂറോ എന്ന് പറയും. UPSC ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിനെ മാറ്റി FSIB വരികയാണ് അല്ലേ? പക്ഷേ RBIന്റെ ചെയർമാൻ ആരാണ്? അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓൺ ക്യാബിനറ്റ്. കേട്ടിട്ടുണ്ടോ അല്ലെ? ക്യാബിനറ്റ് കമ്മിറ്റീസ്. ഓക്കെ, നിങ്ങൾക്ക് എത്തിയിട്ടില്ല. ക്യാബിനറ്റ് കമ്മിറ്റീസിലൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് കേൾക്കാം. ക്യാബിനറ്റിന്റെ ഇടയിൽ കമ്മിറ്റീസ് ഉണ്ട്. പത്രം വായിക്കുന്നവർക്ക് കേൾക്കാം. അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ആണ്. ഇത്രയും ഹൈ പവേർഡ് ആയിട്ടുള്ള ആൾക്കാരിനെയൊക്കെ ഡിസൈഡ് ചെയ്യുന്നവരാണ് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയാണ്. ഇതെന്താണ്? തെറ്റാണ്. 5 years അല്ലേ? ഒരു പോളിറ്റി ക്വസ്റ്റ്യൻ ആണ്. എലിജിബിൾ ഫോർ റീ അപ്പോയിന്റ്മെന്റ് അല്ലേ? റീ അപ്പോയിന്റ്മെന്റ് ആണ് അല്ലേ? സി. അങ്ങനെയും ചെയ്യാം. ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. അത് നമുക്ക് കുറച്ച് പോകെ ഓരോ ടെക്നിക്കായിട്ട് പഠിച്ചു വരാം. MSF കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ബാങ്ക് ആൻഡ് ബോറോ ഓവർനൈറ്റ് ഫ്രണ്ട് RBI ഡിപ്പിംഗ് ഇൻ ടു ദെയർ SLR. ആണോ? ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? റെപ്പോ, റിവേഴ്സ് റെപ്പോ, ബാങ്ക് റേറ്റ്, MSF അല്ലെ? ഇത്രയല്ലേ മെയിൻ ആയിട്ടും കടം എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത്. റെപ്പോയിലും റിവേഴ്സ് റെപ്പോയിലും എന്താണ്? സെക്യൂരിറ്റീസ് ഉണ്ട്. ബാങ്ക് റേറ്റിൽ എന്താണ്? സെക്യൂരിറ്റീസ് ഇല്ല. അപ്പൊ MSFൽ എങ്ങനെയാണ്? അവരുടെ SLR സെക്യൂരിറ്റീസ് ഡിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ലോൺ എടുക്കാനായിട്ട് പറ്റും. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പൊ ഇത് ശരിയാണോ? എന്തൊരു കോൺഫിഡൻസ് ഇല്ലാത്ത? ശരിയല്ലേ? അങ്ങനെ എടുക്കുന്ന സമയത്ത് റെപ്പോ ആയിരിക്കും കൂടുതൽ. ഇതൊരു പീനൽ റേറ്റ് അല്ലേ? അതായത് ബാങ്ക് എന്ത് പറയുന്നുണ്ട്? റെപ്പോ റേറ്റിൽ നിങ്ങൾ ക്യാഷ് എടുത്തോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ റെപ്പോ ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ ഞാനിപ്പോ ഒരു ബാങ്ക് നടത്തുകയാണെങ്കിൽ ഞാൻ ആദ്യം എന്തിലായിരിക്കും എടുക്കുക? റെപ്പോയിലാണ് എടുക്കുക. റെപ്പോയിൽ എത്രയാണ്? എനിക്ക് കോടിക്കണക്കിന് രൂപ എടുക്കാൻ പറ്റും. ഇല്ല, ഒരു ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പ് കഴിഞ്ഞു എന്ന് വെച്ചാൽ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? MSFലൂടെ എടുക്കാം. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഏറ്റവും നമ്മൾ പഠിച്ചു ലോൺ എടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും കുറവ് ഏതാണ്? റെപ്പോ. റെപ്പോയ്ക്ക് ശേഷം പിന്നെ ഏത് വരും അല്ലേ? മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി. അതിന് ശേഷം എന്ത് വരുന്നു? ബാങ്ക് റേറ്റ് വരുന്നു അല്ലേ? എങ്ങനെയല്ലേ പഠിച്ചത്? MSF എന്താണ്? ഒരു പീനൽ റേറ്റ് ആണ്. കൂടുതലാണോ? കൂടുതലാണ്. ആൻസർ ഏതാ? ബോത്ത് 1 and 2. സംശയമുണ്ടോ? എന്താണ് പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒന്നും മനസ്സിലാവാത്ത പോലെ? മനസ്സിലായോ? മനസ്സിലായി. സെയിം കോൺസെപ്റ്റ് ആണ് മണി മൾട്ടിപ്ലയർ. ഞാൻ ഒരിക്കൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നോ? റിസർവ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കേസാണ് അല്ലേ? റിസർവ് കൂടിയ മണി മൾട്ടിപ്ലയർ എന്ത് ചെയ്യും? കൂടോ കുറയോ? ബാങ്ക് കുറയും. ഒറ്റ ലോജിക്ക് മതി അല്ലേ ഈ കാര്യം ശരിയാക്കാൻ. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്, ചുമ്മാ ഓടിച്ച് പറഞ്ഞു വിടുന്നത്. അടുത്ത് വന്നു എന്താണ്? CRR SLR കമ്പാരിസൺ. CRR എവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? RBIന്റെ കയ്യിൽ. ഏത് ഫോമിലാണ്? ക്യാഷിൽ. ഇൻട്രസ്റ്റ് ഉണ്ടോ?
ഇല്ല. SLR എവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ബാങ്കിന്റെ വോൾട്ടിൽ തന്നെയായിരിക്കും. ക്യാഷ് ഐറ്റം, ഗോൾഡ് ഐറ്റം, RBI ഓതറൈസ്ഡ് ഗവൺമെന്റ് സെക്യൂരിറ്റി ഐറ്റം. ഇൻട്രസ്റ്റ് ഉണ്ടോ? ഉണ്ട്. ഇത്രയും ലോജിക്കിൽ പോവാ. CRR ഈസ് മെയിൻറ്റെയിൻഡ് വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. CRR റിസർവ് ബാങ്ക്. ശരിയാണോ? ഇതുവരെ ശരിയാണ്. SLR ബാങ്ക് ദംസെൽഫിന് അപ്രൂവ്ഡ് ലിക്വിഡ് അസറ്റ്സ്. ശരിയാണ്. ബാങ്ക് ഡു നോട്ട് ഏൺ എനി ഇൻട്രസ്റ്റ്. ഏതിലാണ്? CRR. ഇൻട്രസ്റ്റ് ഏതിൽ കിട്ടുന്നുണ്ട്? SLR കിട്ടുന്നുണ്ട്. ശരിയാണോ? ശരിയാണ്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? കറക്റ്റ് ആണോ എന്നാണ്. ശരിയല്ലേ? അപ്പോ സി അല്ലേ? ഇനി അടുത്തത് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയാണ് നമ്മൾ ചോദ്യം. മോസ്റ്റ് ലൈക്ലി അണ്ടർടേക്ക് അല്ലേ? മോസ്റ്റ് ലൈക്ലി ഏതൊക്കെയാണ്? ഇൻക്രീസ് ഇൻ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ്, OMOയിൽ എന്താണ് RBI എന്താ ചെയ്യുന്നത്? ഓപ്പൺ മാർക്കറ്റിൽ കയറി ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മേടിക്കുകയും കൊടുക്കുകയും ചെയ്യും. മേടിക്കുന്ന സമയത്ത് ക്യാഷ് എങ്ങോട്ടേക്ക് പോകുന്നു? RBI ഓപ്പൺ മാർക്കറ്റിൽ കയറി സെക്യൂരിറ്റീസ് മേടിക്കുമ്പോൾ ക്യാഷ് വീണ്ടും അങ്ങോട്ടേക്ക് പമ്പാവുന്നു, എക്കണോമിയിലോട്ട് പമ്പാവുന്നു. ഇൻഫ്ലേഷൻ എന്ത് സംഭവിക്കുന്നു? ക്യാഷ് കൂടുന്നു. അപ്പോ അത് എന്ത് പോളിസിയാണ്? മണി എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയാണ്. ഇവിടെ എന്താണ്? പർച്ചേസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പാൻഷണറി ആണോ? ആണ്. വൈസ് വേഴ്സ ഏതാണ്? സെല്ല് ചെയ്യുന്നു. കോൺട്രാക്ടറി മോണിറ്ററി പോളിസി. MSF റെഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യുന്നു? അല്ലേ? റെപ്പോ റേറ്റ് കുറയുന്നു, MSF കുറയുന്നു. MSF കുറയുന്ന സമയത്ത് ബാങ്ക് കൂടുതൽ എന്തെടുക്കും? ലോൺ എടുക്കാം. കാരണം ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ എന്ത് ചെയ്യും? ലോൺ എടുക്കും. ഏത് മോണിറ്ററി? ക്യാഷ്. എക്കണോമിയിലെ ക്യാഷ് എന്ത് സംഭവിക്കുന്നു? മണി ഫ്ലോ എന്തോ ചെയ്യുന്നു? കൂടുന്നു. എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി. CRR അല്ലെ? റിസർവ് റിക്വയർമെന്റ് കുറയ്ക്കുന്നു. ബാങ്ക് എന്ത് ചെയ്യുന്നു? കൂടുതൽ ക്യാഷ്, മണി എന്ത് ചെയ്യുന്നു? ലോൺ എടുക്കുന്നു. എന്ത് സംഭവിക്കുന്നു? എക്സ്പാൻഡ്. മണി സപ്ലൈ എക്സ്പാൻഡ്. എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി. കറക്റ്റ് ആൻസർ ആണ് ചോദ്യം. നിങ്ങളിങ്ങനെയൊക്കെ മാർക്ക് ചെയ്യുക, വരയ്ക്കുക, അങ്ങനെയുള്ള സംഭവമൊക്കെ അതോ ക്ലീൻ ആയിരിക്കും? എങ്ങനെയാണ്? മാർക്ക് ചെയ്യുകയും വരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓരോ ആൾക്കാർക്ക് ഓരോ രീതികളാണ്. എൻ്റെ രീതി ഇങ്ങനെയുള്ളതാണ്. അതിനനുസരിച്ചിട്ട് പുതിയൊരു ടേം ആണല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ടേംസ് എല്ലാം നമ്മൾ എവിടെ കൂടെയാണ് പഠിക്കേണ്ടത്? അയ്യോ സാറ് പഠിപ്പിച്ചു തന്നില്ല, അയ്യോ ഇത് പുറത്ത് ഔട്ട് ഓഫ് ടോപ്പിക് ആണ്, അങ്ങനെയൊന്നും ആരും എക്സാമിൻ്റെ ഇടയിൽ വിചാരിക്കരുത് അല്ലേ? UPSC സിലബസ് എന്നുള്ള മാത്രമേ ചോദിക്കുള്ളൂ. അല്ല, നമ്മൾ കുറച്ചൊക്കെ ലോജിക്ക് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ടെസ്റ്റിലൂടെ കിട്ടുന്നത് എന്ത് ചെയ്യുക? ഓരോ കോൺസെപ്റ്റും പഠിച്ചു വയ്ക്കുക അല്ലേ? എന്താണിത്? ആരും കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. എന്താണ്? പ്രോഫിറ്റ് ഏൺഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ത്രൂ ദ ഇഷ്യൂ ഓഫ് കറൻസി. ഒരു 500 രൂപ നോട്ടിന് 500 രൂപ കൊടുക്കണം ഉണ്ടാക്കാനായിട്ട്. ഇൻട്രിൻസിക് വാല്യൂ ഇല്ല. 10 രൂപ, 5 രൂപ, 1 രൂപ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രിന്റ് ചെയ്ത് ഇറക്കാനായിട്ട് പറ്റും. ബാക്കി എമൗണ്ട് എന്താണ്? RBIക്ക് പ്രോഫിറ്റ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീനിയറേജ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സ്പാൻഷണറി കഴിഞ്ഞു. അടുത്തേതാണ്? കോൺട്രാക്ടറി മോണിറ്ററി പോളിസി. കോൺട്രാക്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? മണി സപ്ലൈ ചുരുക്കുന്നു. ഓക്കെ. RBIന്റെ ഡയമെൻഷൻ നല്ല ചോദിച്ചിരിക്കുന്നത്. ഇംപ്ലിക്കേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇംപ്ലിക്കേഷൻസ് എന്താണ്? RBI മെഷർ എടുക്കുന്ന സമയത്ത് എക്കണോമിയിൽ എന്ത് സംഭവിക്കുന്നു? ഓക്കെ. ചോദ്യം എന്താണ്? കോൺട്രാക്ടറി മോണിറ്ററി പോളിസി. അതിന്റെ ഇംപ്ലിക്കേഷൻസ് ആണ് ചോദ്യം. RBIന്റെ സൈഡാണോ അല്ലെ? എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിക്ക് 2 വശമുണ്ട്. ഒന്ന് എന്ത് ചെയ്യുന്നു? RBI തീരുമാനങ്ങൾ എടുക്കുന്നു. ഹൗസ് ഹോൾഡ് സെക്ടറിനെ അതെങ്ങനെ അഫക്ട് ചെയ്യുന്നു? RBI എന്ത് ചെയ്യുന്നു? റേറ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കുമ്പോൾ ഹൗസ് ഹോൾഡ് സെക്ടർ എന്ത് ചെയ്യുന്നു? റേറ്റ് കൂട്ടിയെന്ന് പറഞ്ഞാൽ കുറച്ച് ലോണേ എടുക്കുള്ളൂ. റേറ്റ് കുറച്ചു എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? കൂടുതൽ ലോൺ എടുക്കും. അത് ഇംപ്ലിക്കേഷൻസ് ആണ്. അതുപോലെ കോൺട്രാക്ടറി മോണിറ്ററി പോളിസിയുടെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഏതൊക്കെയുണ്ട് നമുക്ക്? ഹയർ ബോറോയിങ് കോസ്റ്റ് ഫോർ ഹൗസ് ഹോൾഡ് ആൻഡ് ഫേംസ്. കോൺട്രാക്ടറി മോണിറ്ററി പോളിസി എന്താണ്? മണി സപ്ലൈ കുറയ്ക്കേണ്ട സമയത്ത് RBI എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യും? കൂട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ബോറോയിങ് കോസ്റ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇൻട്രസ്റ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ശരിയാണോ? ശരിയാണ് അല്ലേ? കറക്റ്റ് ആൻസർ. ഇനി ഓക്കെ, ഇത് നമ്മളൊരു എക്സ്റ്റേണൽ സെക്ടറോടെ പഠിച്ചു എന്ന് വെച്ചാൽ എന്തേ ഉള്ളൂ? ഒരു ക്ലാരിറ്റി വരുള്ളൂ അല്ലേ? അങ്ങനെ നമ്മളെ വേറൊരു വശത്തിൽ ചിന്തിക്കുന്ന സമയത്ത് കോൺട്രാക്ടറി മോണിറ്ററി പോളിസിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യൻ റുപ്പിയുടെ ഡിമാൻഡ് എന്ത് സംഭവിക്കും? സപ്ലൈ എന്ത് സംഭവിക്കും?
കോൺട്രാക്ടറി മോണിറ്ററി പോളിസി മണി സപ്ലൈ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. ഇന്ത്യൻ റുപ്പിയുടെ സപ്ലൈനെ എങ്ങനെ ബാധിക്കും? കുറയും അല്ലേ? മാർക്കറ്റിൽ ഇന്ത്യൻ റുപ്പിയുടെ സപ്ലൈ എന്ത് ചെയ്യും? കുറയും. സപ്ലൈ കുറയുന്ന സമയത്ത് പ്രൈസ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യോ ഡിപ്രീഷിയേറ്റ് ചെയ്യോ? എന്താ സംഭവിക്കുക? അപ്രീഷിയേറ്റ് ചെയ്യും. ഡിപ്രീസിയേഷൻ ആണോ? ഇത് പഠിച്ചിട്ടില്ല, എന്നാലും അത് തെറ്റാണെന്നുള്ളൊരു ഐഡിയ വന്നില്ലേ? അത് തെറ്റാണെന്നുള്ളൊരു ഐഡിയ വരുമ്പോൾ തന്നെ 1-4 1-2 ചുരുങ്ങി. അറിയാത്ത ക്വസ്റ്റൻ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്നാണ് പഠിപ്പിച്ചിരുന്നത്. റിഡക്ഷൻ ഇൻ മണി മൾട്ടിപ്ലയർ അല്ലേ? കോൺട്രാക്ടറി ചെയ്യുമ്പോൾ CRRഉം SLRഉം എന്ത് സംഭവിക്കുന്നു? കൂട്ടോ കുറയ്ക്കോ? മണി സപ്ലൈ കുറയ്ക്കണം. കുറയ്ക്കണമെങ്കിൽ റിസർവ് റിക്വയർമെന്റ് എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പൊ CRRഉം SLRഉം കൂടുമ്പോൾ മണി സപ്ലൈനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു? കുറയുന്നു. മണി മൾട്ടിപ്ലയറിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു? റിസർവ് റിക്വയർമെന്റും മണി മൾട്ടിപ്ലയറും തമ്മിലുള്ള ബന്ധം എന്താണ്? റിസർവ് റിക്വയർമെന്റ് കൂടിയാൽ മണി മൾട്ടിപ്ലയർ എന്ത് ചെയ്യും? കുറയും. കിട്ടിയോ? കിട്ടിയില്ലേ? അല്ലേ? അടുത്ത ചോദ്യം എന്താണ്? മോസ്റ്റ് ലൈക്ലി ടു ഹാവ് എ ഡയറക്റ്റ് ഇമ്പാക്ട്. ഡയറക്റ്റ് ഇമ്പാക്ട് എന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആണ് ശരി. ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റുകൾ എന്താണ്? തെറ്റായിരിക്കും. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. ഇമ്പാക്ട് ഓഫ് എ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് പെട്ടെന്നായിട്ട് ഏത് കിട്ടാനായിട്ട് പറ്റും? കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ വരുന്നു. ഡിപ്രീസിയേഷൻ ഓഫ് ദി ഇന്ത്യൻ റുപ്പി. ഇൻഫ്ലേഷൻ വരുമ്പോൾ ഡിപ്രീസിയേഷൻ സംഭവിക്കോ അപ്രീസിയേഷൻ സംഭവിക്കോ? അപ്രീസിയേഷൻ ആണ്. അപ്രീസിയേഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്? ഓക്കെ, ഇന്ത്യൻ റുപ്പി ഉണ്ട്. ഇതാണ് ഇന്ത്യൻ റുപ്പി എന്ന് വിചാരിക്കുക. ഒന്ന് ഇന്ത്യൻ റുപ്പിയുടെ സപ്ലൈ, അടുത്തത് ഡിമാൻഡ്. സപ്ലൈ കൂടിയെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഡിപ്രീഷിയേറ്റ് ആവും. സപ്ലൈ കുറഞ്ഞു എന്ന് വെച്ചാൽ അപ്രീഷിയേറ്റ് ആവും. ഡിമാൻഡ് കൂടിയെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ അപ്രീഷിയേറ്റ് ആവും. ഡിമാൻഡ് കുറഞ്ഞു എന്ന് വെച്ചാൽ ഡിപ്രീഷിയേറ്റ് ആവും. ഐഡിയ കിട്ടിയല്ലോ. ഇനി RBI എന്ത് ചെയ്യുന്നു? റേറ്റ് കൂട്ടുന്നു. അതായത് RBI ഏത് സ്റ്റാൻസിലേക്കാണ് പോകുന്നത്? കോൺട്രാക്ടറി മോണിറ്ററി പോളിസി. അപ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ സപ്ലൈ എന്ത് ചെയ്യാണ്? മണി സപ്ലൈ എന്ത് ചെയ്യാണ്? കുറയ്ക്കുകയാണ് അല്ലേ? മണി സപ്ലൈ കുറയുന്നു. കുറയുന്ന സമയത്ത് റുപ്പി എന്ത് ചെയ്യുന്നു? RBIന്റെ സ്റ്റാൻഡ് ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി ഇൻഫ്ലേഷൻ. മണി സപ്ലൈ അല്ലെ? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് മണി സപ്ലൈ കൂടുമ്പോഴാണോ വരുന്നത് കുറയുമ്പോഴാണോ വരുന്നത്? മണി സപ്ലൈ കൂടുമ്പോൾ. അപ്പൊ മണി സപ്ലൈ കൂടുമ്പോൾ റുപ്പി അപ്രീഷിയേറ്റ് ആവോ ഡിപ്രീഷിയേറ്റ് ആവോ? ഡിപ്രീഷിയേറ്റ് ആവും അല്ലെ? രണ്ട് ഫേസുകളുണ്ട്. ഒന്ന് RBIന്റെ മെഷർ ഫേസ് അല്ലെ? മെഷർ ചെയ്തിട്ടുള്ള ഇമ്പാക്ട്, അതായിരുന്നു നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത്. ഇത് RBI മെഷർ തീരുമാനിക്കുന്നതിന്റെ മുമ്പ് അല്ലെ? ഇൻഫ്ലേഷൻ ഫേസ്, അതിനുശേഷം ഇൻഫ്ലേഷൻ കൂടുമ്പോൾ RBI എന്ത് ചെയ്യുന്നു? RBIന്റെ കോൺട്രാക്ടറി മോണിറ്ററി പോളിസി എടുക്കുന്നു. അതിന് ശേഷമുള്ള ഫേസ്. ഈ രണ്ട് ഫേസിൽ ഡിഫറെന്റ് ആയിട്ടാണ് വർക്കാവുന്നത് അല്ലേ? ഇൻഫ്ലേഷൻ വരുമ്പോൾ മണിയുടെ സപ്ലൈ എന്ത് ചെയ്യാണ്? കൂടാണോ കുറയാണോ? കൂടുകയല്ലേ? മണി സപ്ലൈ കൂടുമ്പോഴാണ് ഇൻഫ്ലേഷൻ വരുന്നത്. അപ്പൊ സപ്ലൈ കൂടുന്ന സമയത്ത് റുപ്പിയുടെ വാല്യൂ കൂടുകയോ കുറയോ? അല്ലെങ്കിൽ റുപ്പി അപ്രീഷിയേറ്റ് ആവോ ഡിപ്രീഷിയേറ്റ് ആവോ? ഡിപ്രീഷിയേറ്റ് ആവും. അപ്പോ ഡിപ്രീസിയേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി. ശരിയാണോ? അടുത്തെന്താണ്? റിഡക്ഷൻ ഇൻ പോളിസി റെപ്പോ റേറ്റ്. ഇൻഫ്ലേഷൻ വരുമ്പോൾ RBI റേറ്റ് കുറയ്ക്കുകയാണല്ലേ? കുറയ്ക്കുകയാണോ? ഇൻഫ്ലേഷൻ വരുമ്പോൾ RBI റേറ്റ് എന്ത് ചെയ്യും? കൂട്ടും. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? റിഡക്ഷൻ ആണോ? അല്ല. അപ്പോ തെറ്റാണ്. അടുത്തെന്താണ്? ഇൻക്രീസ് ഇൻ ഇൻഡയറക്റ്റ് ടാക്സസ്. ടാക്സേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല, എന്നിരുന്നാലും നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം? കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനും ഇൻഡയറക്റ്റ് ടാക്സും അല്ലെ? ഓൾറെഡി
ഇൻഫ്ലേറ്റഡ് ആണ്. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? ടാക്സ് കൂട്ടോ? കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ വരുമ്പോൾ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷന് കാരണം എന്താണ്? ഫാക്ടർ കോസ്റ്റ് കൂടുന്നത് കൊണ്ടല്ലേ. ഫാക്ടർ കോസ്റ്റ് കൂടുന്ന സമയത്ത് ഗവൺമെന്റ് ഡയറക്റ്റ് ടാക്സ് കൂട്ടിയെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ നെറ്റ് കോസ്റ്റ് എന്ത് സംഭവിക്കും? കൂടോ? അപ്പോൾ നിങ്ങളൊരു ബ്യൂറോക്രാറ്റ് ആണ്, നിങ്ങളൊരു IAS ഓഫീസറാണ്, ഫൈനാൻസ് സെക്രട്ടറി ആയിട്ട് നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ കോസ്റ്റ് കൂടുന്നുണ്ട്, ഇൻപുട്ട് കോസ്റ്റ് കൂടുന്നുണ്ട്. ഇപ്പോൾ വാറ് നടക്കുന്നുണ്ട്, അപ്പോൾ കോസ്റ്റ് കൂടുതലാണ് അല്ലേ? റീസെൻ്റ് എക്സാമ്പിൾ ഉണ്ട്, വാറ് നടക്കുന്നു, പെട്രോളിന് കോസ്റ്റ് കൂടുതലാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇൻഫ്ലേഷനാണ്, നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡയറക്റ്റ് ടാക്സ് എന്ത് പറയുന്നു? കൂട്ടാന്ന് പറയോ? ഒരു മിനിറ്റ്, ഇത് ശരിയെന്നാണ് ഇട്ടിരിക്കുന്നത്. ഇൻക്രീസ് ഇൻ ഇൻഡയറക്റ്റ് ടാക്സസ് അല്ലേ? എക്സ്പ്ലനേഷൻ എന്തായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്? റൈസസ് പ്രൊട്ടക്ഷൻ പുഷിംഗ് പ്രൈസസ്. ഓക്കെ. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്നാണ്. അപ്പോൾ ടാക്സേഷൻ കൂട്ടുന്ന സമയത്ത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ത് ചെയ്യുന്നു? എഗെയിൻ കൂടുന്നു. അപ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട് അല്ലേ? ടാക്സ് ആൻഡ് ഇമ്പാക്റ്റ്. ഒരു ഐഡിയ കിട്ടിയല്ലോ എങ്ങനെയാണ് വരുന്നത് എന്ന്. ജനറലി ഇതൊരു ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ ആണെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ആൾക്കാരുടെ കയ്യിൽ ഡിമാൻഡ് കൂടുന്നത് എന്തുകൊണ്ടാണ്? പൈസ കൂടുന്നതാണ്. അപ്പോൾ പൈസ കൂടുന്നു, ആൾക്കാർ കൂടുതൽ എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ മേടിക്കുന്നു. അപ്പോൾ ഗവൺമെന്റ് ഫിസ്ക്കൽ പോളിസിയിൽ എന്ത് ചെയ്യും? ടാക്സ് എന്ത് ചെയ്യും? കൂട്ടോ കുറയ്ക്കോ? കൂട്ടും. ഒരു ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് തൊട്ടെ. പിന്നെ ഇൻക്രീസ് ഇൻ മിനിമം വേജസ് ഓഫ് അൺസ്കിൽഡ് വർക്കേഴ്സ്, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. എന്ത് കോസ്റ്റ് കൂടുമ്പോഴാണ്? ഫാക്ടർ കോസ്റ്റ് കൂടുമ്പോഴാണ്. അപ്പോൾ മിനിമം വേജസ് ഓഫ് അൺസ്കിൽഡ് വർക്കേഴ്സ്, ആൾക്കാരുടെ നമ്മൾ പറഞ്ഞു വേജ് പ്രൈസ് സ്പൈറൽ പറഞ്ഞില്ലേ? എന്താണത്? വേജ് കൂട്ടുന്ന സമയത്ത് ഫാക്ടർ കോസ്റ്റ് കൂടുന്നു, ഇൻപുട്ട് കോസ്റ്റ് കൂടുന്നു, ഇൻഫ്ലേഷൻ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതിനാണ് വേജ് പ്രൈസ് സ്പൈറൽ എന്ന് നമ്മൾ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ മിനിമം വേജസ് കൂട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും? കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ത് ചെയ്യും? കൂടില്ലേ? കൂടും. അപ്പൊ ഇതിനെന്തുണ്ട്? ഇമ്പാക്റ്റ് ഉണ്ട്. ക്വസ്റ്റ്യൻ ഏതാണ്? ആൻസർ ഏതാണ്? സി. ഓക്കെ, എങ്ങനെ ഇമ്പാക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ കേട്ടപ്പോൾ ഒക്കെ സിമ്പിളായിരുന്നു. വീട്ടിൽ പോയി വായിച്ചു നോക്കിയപ്പോൾ എങ്ങനെയാണ്? കത്തിയോ? കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാക്കിയോ? ശരിയാക്കി അല്ലേ? നമ്മളെന്ത് പറഞ്ഞു? ഞാനൊരു 100 രൂപ ആരാണ്? സുജിൻ്റെ അല്ലേ ഞാൻ കൊടുത്തത്? കൊടുക്കുന്നു, ഞാനും അല്ല 1000 രൂപ റാഷിദ് എന്നാണ് ചോദിച്ചത് അല്ലേ? കൊടുക്കുന്നു, തിരിച്ചു വരുമ്പോൾ എനിക്ക് 1000 രൂപയുടെ പർച്ചേസിംഗ് പവർ അല്ല തരുന്നത് അല്ലേ? അപ്പോൾ ഹയർ ഇൻഫ്ലേഷൻ റെഡ്യൂസസ് ദ റിയൽ ബർഡൻ ഓഫ് റീപേയ്മെന്റ് ഫോർ ബോറോവേഴ്സ്. ശരിയാണ്. ബോണ്ട് ഈൽഡ്, അയ്യോ പുതിയൊരു ടോപ്പിക്കാണല്ലോ അല്ലേ? ഇത് ശരിയാക്കിയോ? ആരെങ്കിലും ശരിയാക്കിയോ ഈ ക്വസ്റ്റ്യൻ? എന്ത് ചെയ്തു അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ തെറ്റാൻ കാരണമുള്ള പോലെ തന്നെ ശരിയാവാനുണ്ടല്ലേ? ഗസ് ചെയ്തായിരുന്നോ? ഗസ് ചെയ്തായിരുന്നു, ശരിയായി. ഇയാൾ ശരിയാക്കിയോ? എങ്ങനെയാണ്? ബോണ്ട് ഈൽഡ് അറിയായിരുന്നു. ബോണ്ട് ഈൽഡും എന്താണെന്ന് അറിയോ? ഇല്ല. ബോണ്ട് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ, ഓർമ്മയുണ്ടോ? എന്താണ് ബോണ്ട്? രണ്ടാൾക്കാർ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. കാശ് കൊടുക്കുന്നു, റീപേയ്മെന്റ്, ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ ബോണ്ടിൽ എന്തൊക്കെ ഉണ്ടാവും? ഇതിപ്പോ ഒരു ബോണ്ടാണെന്ന് വിചാരിക്കുക. ഒന്നാമത് ആരൊക്കെ തമ്മിലുള്ളതാണെന്നുണ്ടാവും. ഇപ്പൊ ഞാനും റാഷിദും തമ്മിലുള്ളതാണ് ബോണ്ട്. എത്ര രൂപയാണ്? 1000 രൂപ. എത്രയാണ് നമ്മൾ തമ്മിൽ എഗ്രി ചെയ്ത ഇൻട്രസ്റ്റ് റേറ്റ്? 10%. ഐഡിയ വന്നോ? അപ്പോ ബോണ്ട് പേപ്പറിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? 1000 രൂപ ലോണ്, എത്ര ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് ആണ്? 10% ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ബോണ്ട് പേപ്പറിന്റെ വാല്യൂ എത്രയാണ്? 1000 രൂപയാണ്.
അപ്പോൾ ഈ ബോണ്ട് പേപ്പറിന്റെ വാല്യൂ 1000 രൂപയാണ്. ഞാനിപ്പോൾ തരുന്ന സമയത്ത് ബോണ്ട് പേപ്പറിന്റെ വാല്യൂ 1000 രൂപ, ഇൻട്രസ്റ്റ് എത്രയാണ്? 10%. അപ്പോൾ ബോണ്ട് പ്രൈസ് എത്രയാണ്? 1000. അപ്പോൾ ബോണ്ട് പ്രൈസ് ഇവിടെ എത്രയാണ് വരുന്നത്? 1000 റുപ്പീസ്. ഈൽഡ് എത്രയാണ്? 10%. അല്ലേ? ഐഡിയ കിട്ടിയോ? ബോണ്ട് പ്രൈസ് എന്താണ്, ബോണ്ട് ഈൽഡ് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടിയോ? ഐഡിയ കിട്ടി. ഇനി മാർക്കറ്റിൽ പല പ്രതിഭാവിലാസങ്ങളും സംഭവിക്കുന്നു, അല്ലെങ്കിൽ പ്രതിഭാവിലാസമല്ല, പ്രതിഭാസങ്ങളും സംഭവിക്കുന്നു മാർക്കറ്റിൽ. ഇപ്പോൾ ബോണ്ടിൻ്റെ ഡിമാൻഡും സപ്ലൈയും മാറുന്നു, കുറയുന്നു, അങ്ങനെ പല കാരണങ്ങളുണ്ടായി. അപ്പോൾ ഈ ബോണ്ടിൻ്റെ സപ്ലൈ കൂടി, ബോണ്ടിൻ്റെ സപ്ലൈ കൂടി എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ബോണ്ടിൻ്റെ പ്രൈസിനെ അതെങ്ങനെ ബാധിക്കും? ചീപ്പാവോ കോസ്റ്റ്ലിയർ ആവോ? ബോണ്ടിൻ്റെ സപ്ലൈ കൂടി ചീപ്പാവും അല്ലേ? ബോണ്ടിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ ഈ 1000 രൂപ എന്നുള്ളത് ഒരു 900 റുപ്പീസിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. പക്ഷെ എനിക്ക് ഈൽഡ് അപ്പോഴും എത്ര തന്നെയാണ് കിട്ടുക? 1000ന്റെ 10% എത്രയാണ്? 100 റുപ്പീസ് അല്ലേ? ഇപ്പോൾ ബോണ്ട് പ്രൈസ് 900 എത്തി എന്ന് പറഞ്ഞാലും എൻ്റെ ഈൽഡ് എത്ര തന്നെയാണ്? 100 റുപ്പീസ് തന്നെയാണ്. ഏതിൻ്റെ 10% ആണ്? 1000നെയാണ്. ഇപ്പോൾ ബോണ്ട് പ്രൈസ് എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് കുറഞ്ഞപ്പോൾ ബോണ്ട് പ്രൈസ് എന്ത് ചെയ്തു? 1000 രൂപയിൽ നിന്നും 900 രൂപയിലേക്ക് ഇറങ്ങി. പക്ഷെ ഈൽഡിന് വേരിയേഷൻ വരുന്നുണ്ടോ? ഇല്ല. 900 രൂപൻ്റെ എത്ര ശതമാനമാണ് 100 രൂപ? എന്തായാലും 10ന്റെ മുകളിലാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഈൽഡ് എന്ത് ചെയ്യാണ്? കൂടിയോ? ഐഡിയ കിട്ടിയോ? അതായത് ബോണ്ട് പ്രൈസ് കുറയുന്ന സമയത്ത് ബോണ്ട് ഈൽഡ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ബോണ്ട് പ്രൈസ് കൂടിയാൽ ബോണ്ട് ഈൽഡ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇനി ബോണ്ടിന്റെ പ്രൈസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? ബോണ്ടിന്റെ ഡിമാൻഡും സപ്ലൈനെയും ബേസ് ചെയ്തിട്ടാണ്. ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് ആൾക്കാർ ബോണ്ടിൽ ഹോൾഡ് ചെയ്യോ ഗോൾഡിൽ ഹോൾഡ് ചെയ്യോ? അപ്പൊ ബോണ്ടിന്റെ ഡിമാൻഡ് എന്തായി? കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞോ. അപ്പൊ ബോണ്ട് ഈൽഡ് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അങ്ങ് പറ. ബോണ്ട് ഈൽഡ് കൂടും. മനസ്സിലായോ? ബോണ്ട് ഈൽഡ് ആയിട്ടുള്ള ബന്ധം മനസ്സിലായല്ലോ. നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ പഠിക്കാം. ഒരു ഐഡിയ കിട്ടിയോ? സംശയമുണ്ടോ ഇയാൾക്ക്? സഫീറിന് ക്ലാരിറ്റി ആണ്. ഓക്കെ. കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. മോണിറ്ററി പോളിസി ഈസ് പ്രൈമർലി കൺസേൺഡ് വിത്ത് റെഗുലേറ്റിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് സപ്ലൈ ഓഫ് മണി ആൻഡ് ഈസ് ജനറലി മാനേജ്ഡ് ബൈ സെൻട്രൽ ബാങ്ക്. ശരിയാണോ? ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയാണ്. അടുത്തത്, ഫിസ്ക്കൽ പോളിസി റെഫേഴ്സ് ടു ദ ടാക്സേഷൻ ആൻഡ് എക്സ്പെൻഡിച്ചർ ഡിസിഷൻ ഓഫ് ഗവൺമെന്റ് യൂഷ്വലി ഡിറ്റർമൈൻഡ് ബൈ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ. ശരിയാണോ? ശരിയാണോ? Monetary policy is more effective in controlling cost to push inflation, whereas fiscal policy is more effective in addressing demand pull inflation. ഇത് ശ്രദ്ധിക്കുക. രണ്ട് കോൺസെപ്റ്റിന്റെ കമ്പാരിസൺ ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? അതിനെ തിരിച്ചിടാം. അപ്പൊ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നിങ്ങൾ എന്ത് എംഫസൈസ് ചെയ്യണം? കോൺസെപ്റ്റ് തിരിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നോക്കണം. അല്ലേ? മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ വെച്ചാൽ എന്താണ് കൺട്രോൾ ചെയ്യുന്നത്? മണി സപ്ലൈ ആണ്. മണി സപ്ലൈ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ പ്രൊഡക്റ്റിന്റെ എന്താണ്? ഡിമാൻഡും സപ്ലൈയും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ മോണിറ്ററി പോളിസിയിലൂടെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? കോസ്റ്റ് ആണോ ഡിമാൻഡ് ആണോ? ഡിമാൻഡ് ആണ്. അപ്പോൾ മോണിറ്ററി പോളിസിയിലൂടെ നമ്മൾ എന്താണ്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എന്നാൽ ഫിസ്ക്കൽ പോളിസിയിലൂടെയോ കോസ്റ്റ് പുഷ്. ഇതിവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? തിരിച്ചിട്ടിരിക്കുകയാണ്. അല്ലേ? എ ആണ് ആൻസർ. നമ്മൾ കുറേ നേരം എടുത്ത് അല്ലേ ക്ലാസ്സിൽ പറഞ്ഞാണ്. അതെല്ലാവരും ശരിയാക്കിയില്ലേ? അല്ലേ? WPIയിൽ എന്തില്ല? സർവീസസ് ഇല്ല. അല്ലേ? CPIയിൽ എന്തുണ്ട്? സർവീസസ് ഉണ്ട്. രണ്ട് കോൺസെപ്റ്റ് ആണ്, ശ്രദ്ധിക്കുക. തിരിച്ചിട്ടിട്ടുണ്ടോ? ഇല്ല. നേരായിട്ടാണോ ഇട്ടിരിക്കുന്നത്? അതെ, ശരിയാണ്. ഇനി ഫ്യൂവൽ ഹാസ് ഹയർ വെയിറ്റേജ് ഇൻ WPI ദാൻ CPI. അല്ലേ? ഫുഡ് ഹാസ് ഹയർ വെയിറ്റേജ് ഇൻ CPI ദാൻ ഇൻ WPI. അല്ലേ? ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ്. എല്ലാം ശരിയാണ്. ഡി ആണ് ആൻസർ. കോർ ഇൻഫ്ലേഷൻ
ക്ലാസ്സിൽ പറഞ്ഞതല്ലാതെ ആകെ കുറച്ച് കോൺസെപ്റ്റ്സേ പുറത്തുനിന്ന് ചോദിച്ചിട്ടുള്ളൂ. കോർ ഇൻഫ്ലേഷൻ എന്താണ്? ലെസ് വോളറ്റൈൽ ദാൻ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ. എന്തുകൊണ്ടാണ്? ഹെഡ്ലൈൻ ഇൻഫ്ലേഷനിൽ ഫുഡും ഫ്യൂലും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. കോർ ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ എക്സ്ക്ലൂഡ് ദ പ്രൈസ് ഓഫ് ഫുഡ് ആൻഡ് ഫ്യൂൽ. അപ്പൊ ഏതാണ് ആൻസർ? എ.